നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ അച്ചാർ റെഡിയാക്കിയാലോ. 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് വെച്ചതാണ്. അതുപോലെ 4 പച്ചമുളക്, 15 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, അല്പം കായപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്ത് കോരി വെക്കാം കേട്ടോ. ഇനി നമ്മൾ കഴുകി ഉണക്കി വെച്ച ചെമ്മീനും ഇതുപോലെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പം എടുക്കണം, ഇല്ലെങ്കിൽ അത് മൂത്ത് പോയാൽ ഒരു കയ്പ്പ് രുചി വരും കേട്ടോ. അപ്പം നന്നായിട്ട് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ എണ്ണയിൽ തന്നെ കടുക്, വറ്റൽമുളക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. തീ ഓഫാക്കിയിട്ട് വേണം മസാലകൾ ഇടാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കാം കേട്ടോ. കാരണം ഡ്രൈ ആയതുകൊണ്ട് മസാല പിടിക്കാൻ കുറച്ച് താമസമെടുക്കും. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, കാരണം കഴുകി ഉണക്കിയതുകൊണ്ട് ചെമ്മീൻ്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കി നോക്കി ചേർത്താൽ മതി കേട്ടോ. ഇനി അല്പം എടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കാരണം ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് ചെറിയൊരു കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് സുർക്കയും ചേർത്തിട്ട് ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ സുർക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കാം കേട്ടോ. ഇനി നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളൊരു അച്ചാറുണ്ടെങ്കിൽ മതി. മീനച്ചാർ, സ്രാവച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് നല്ല ടേസ്റ്റാണല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും. പഴകുന്തോറുമാണ് അച്ചാർ ടേസ്റ്റ് വരിക. പിന്നെ സുർക്കയൊക്കെ ഒഴിച്ചതുകൊണ്ട് കേട് വരില്ല. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഉണക്കച്ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.